നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണകൾ ഉയർത്തി വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികൾ കേന്ദ്രീകരിച്ചും വിവിധയിടങ്ങളിൽ തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് കാലേക്കൂട്ടി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻകുട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളുടെ അവരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യമാനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ഇസ്ലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണകൾ ഉയർത്തി വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികൾ കേന്ദ്രീകരിച്ചും വിവിധയിടങ്ങളിൽ തയ്യാറാക്കിയ പ്രത്യേക ഈദ്ഗാഹുകളിലുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് കാലേക്കൂട്ടി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. തക്ബീർ ധ്വനികൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തെ സാക്ഷിയാക്കി വിശ്വാസികൾ ശനിയാഴ്ച ബലിപെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗത്തിന്റെയും മഹാസമർപ്പണത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഓർമ്മകൾ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. പള്ളികൾ കേന്ദ്രീകരിച്ചും വിവിധയിടങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രത്യേക നമസ്കാരത്തിനായി കാലേക്കൂട്ടി എത്തിയത്. നമസ്കാരാനന്തരമുള്ള ഖുതുബയെ തുടർന്ന് ഓരോരുത്തരും പരസ്പരം ആശംസകൾ കൈമാറി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവും പകർന്നു നൽകി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻകുട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻകുട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബോധപൂർവം മെന്റലി ആണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധിയായ തലങ്ങളിൽ മാനുഷികമായ സാഹചര്യങ്ങൾ, സമൂഹത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ, കുടുംബങ്ങളുടെ സാഹചര്യങ്ങളിൽ, തൊഴിലിടങ്ങളുടെ സാഹചര്യങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളുടെ സാഹചര്യങ്ങളിലൊക്കെയും നിരവധി മാനസികമായി തകർന്നു പോകപ്പെട്ടിരിക്കുന്നവരും തകർക്കപ്പെടുന്നവരുമുണ്ട്. നിരന്തരമായി നീതി നിഷേധിക്കപ്പെടുന്ന, സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരിലേക്കൊക്കെ നമ്മൾ ഇന്ന് സഭയ്ക്ക് വലിയൊരു കർത്തവ്യം അവരെ തേടിപ്പിടിക്കാനും അവരെയൊക്കെ സമൂഹത്തിൻ്റെ നടുത്തളത്തിലേക്ക് സമഗ്രമായ ഒരു ആരോഗ്യത്തോടുകൂടെ, ഞാൻ പറയും ഉദ്ധിതന്റെ ചൈതന്യത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പാകത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സഭയ്ക്ക് ഒന്നാമതായി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വിവിധ മേഖലകളിലെ മാനസികമായി വിഷമത അനുഭവിക്കുന്നവരെയും നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ തേടിപ്പിടിച്ച് അത്തരക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ ഷിൻഡോ മാത്യു, ഡോക്ടർ സിസ്റ്റർ ജുവാൻ ചുങ്കപ്പുര, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, ഡോക്ടർ ബോബി, ഡോക്ടർ സിസ്റ്റർ റീമ ഗ്രേസ് എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് മാനസികാരോഗ്യ പ്രവർത്തകരുടെ കേരള റീജിയന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ നിരക്ക്, കുടുംബ വഴക്കുകൾ, കൗമാരം നേരിടുന്ന വെല്ലുവിളികൾ, മദ്യമയക്കുമരുന്നിന്റെ അതിപ്രസരം എന്നിവയെ സംബന്ധിച്ച് ഡോക്ടർ രോഹിണി വിരാതൻ, സിജി ആന്റണി, ഡോക്ടർ ജോസഫ് സക്കരിയ എന്നിവർ ക്ലാസ് നയിച്ചു. മാനസികാരോഗ്യ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100ഓളം പേർ പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചു. ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെയും JCI ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടി സമുചിതമായി ആചരിച്ചു. ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെയും JCI ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടി നടത്തി. ആര്യാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് വേപ്പിൻ തൈകളും വിതരണം ചെയ്തു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
JCI ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റി പ്രസിഡന്റ് മനോജ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി GV വിനോദ് കുമാർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിപിൻ രാജ്, KA അശ്വനി, അംഗം കവിത ഹരിദാസ്, പുരുഷോത്തമൻ, സിജി നവാസ്, മിനിമോൾ എന്നിവർ സംസാരിച്ചു. JCCA11 ചടങ്ങിന് സ്വാഗതവും ഷീബാലവൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് മാലിന്യം റീസൈക്കിൾ ചെയ്യുന്ന വിഷയത്തെ അധികരിച്ച് IRTC കോർഡിനേറ്റർ സ്മിത ക്ലാസ് നയിച്ചു. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനോപകരണ വിതരണം നടത്തി. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയായി. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനോപകരണ വിതരണം നടത്തി. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കാണുന്ന പോലെ ഒരു പരിമിതമായ വിദ്യാഭ്യാസം ഒരിക്കലും വിചാരിക്കുക. ഇന്ന് പെട്ടെന്നുള്ള ചിന്തയിൽ തോന്നുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം എങ്ങനെ നേടിക്കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അതിവേഗതയിലാണ് ഈ മാറ്റം ലോകം സംഭവിക്കുന്നത്. അപ്പൊ അവർ മുതിർന്ന് ജീവിക്കുന്ന സമയത്ത് അതുപോലെ വിദ്യാഭ്യാസം ഉള്ളവരായി നമ്മുടെ മക്കളെ മാറുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം പോലെ അത്ര മികച്ച നിലയിൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നുകേറുന്നുണ്ട്. ഇത് കഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നന്നായി വിദ്യാഭ്യാസം ജീവിക്കാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ നോക്കിയാൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ ധാരാളമാണ്. ആ കുടുംബത്തിന്റെ ഏതെങ്കിലും ഒരു നിലയൊന്നും പ്രശ്നമല്ല. സാമ്പത്തികമായ പ്രയാസവും കുടുംബമോ മെച്ചപ്പെടുത്തുമ്പോൾ വ്യത്യാസവും ഇല്ലാതെ പാവങ്ങളിൽ കുട്ടികൾ ധാരാളമായി നന്നായി വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കുടുംബത്തിന് നിലയൊന്നും പ്രശ്നമല്ല. കുട്ടികൾ നന്നായി പഠിക്കുന്നവരാണ്. 200 കുട്ടികൾക്ക് ബാഗ്, നോട്ട്ബുക്കുകൾ, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവയാണ് ബാങ്കിന്റെ 2024-25 വർഷത്തെ ലാഭവിഹിതത്തിൽ നിന്നും വിതരണം ചെയ്തത്. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ഭഗീരഥൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷ S കവിത, ബാങ്ക് വൈസ് പ്രസിഡന്റ് P സുരേന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ S വാഹിദ്, K സോമനാഥപിള്ള, V ധ്യാനസുധൻ, PK ബൈജു, VN വിജയകുമാർ, KS സുപ്രിയ, PS രാജേശ്വരി, സോഫിയ അഗസ്റ്റിൻ, കുമാരി മീനാമ്മ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KP സജി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ 2ാം ഘട്ട പ്രവർത്തനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാന ക്യാൻസറുകളായ വദനാർബുദവും വൻകുടലിലെ അർബുദവും ആരംഭത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കാൻ ലക്ഷ്യം വെച്ചുള്ള 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം സലാം MLA നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ കൂടി ക്യാൻസർ രോഗികളെ നടക്കാറുള്ളൂ. നമ്മുടെ കേരളത്തോട് നമ്മെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യത്തിൽ ഏറ്റവും ഒരു വെല്ലുവിളിയാണ്. വെന്റിലേഷനും ഹെൽത്തിന്റെയും കാര്യത്തിൽ 1ാം സ്ഥാനത്തേക്ക് വരുന്ന അത് പല കാലങ്ങളായി പല വർഷങ്ങളായി നാം ആരംഭിച്ച മികവിന്റെ ഭാഗമായിട്ടുള്ള മേഖലയാണ്. എന്നാൽ സമീപ സമയം നമുക്ക് ജീവിതശൈലി രോഗത്തിൽ നമ്മൾ മുന്നിലേക്ക് പോകും. ക്യാൻസർ രോഗത്തിന്റെ കടക്കെടുപ്പുകൾ കുറച്ച് മുന്നിലേക്ക് കടന്നുപോകുന്നത്. അപ്പൊ നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെയും അപേക്ഷിച്ച് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ രോഗത്തിന് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുന്നിലാണ് ആലപ്പുഴ SD കോളേജിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ VR പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സന്ദേശം നൽകി. ലിറ്റിൽ ചാമ്പ്യൻ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്തിന് നൽകി MLA പ്രകാശനം ചെയ്തു. ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ അനു വർഗീസ്, ഡോക്ടർ M ആനന്ദ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ ഡോക്ടർ I ചിത്ര, ഡോക്ടർ R സേതുനാഥ്, പെൻഷൻ സംഘടനാ പ്രതിനിധികളായ നരേന്ദ്രൻ നായർ, A സലീം എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവ് കൃഷ്ണ
നവതേജ് കിരൺ എന്നിവർ 1ാം സ്ഥാനം നേടി. മത്സരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണകൾ ഉയർത്തി വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികൾ കേന്ദ്രീകരിച്ചും വിവിധയിടങ്ങളിൽ തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് കാലേക്കൂട്ടി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻകുട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളുടെ അവരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യമാനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ 2ാം ഘട്ട പ്രവർത്തനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ഇസ്ലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.